പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിൽ 2 പേർ മരിച്ചു. കറൻസി വിലയിടിവിനെ തുടർന്ന് 5-ാം ദിവസവും ഇറാനിൽ ശക്തമായ പ്രതിഷേധമാണ് നടക്കുന്നത്. വടക്ക് പടിഞ്ഞാറൻ ഇറാനിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് 2 പ്രക്ഷോഭകാരികൾ കൊല്ലപ്പെട്ടത്. ഇറാനിലെ ഇസ്ലാമിക ഭരണകൂടം പൂർണ്ണമായും അധികാരത്തിൽ നിന്ന് ഒഴിവാകണമെന്ന ആവശ്യവും പ്രക്ഷോഭക്കാർ ഉന്നയിക്കുന്നു. ഇന്നലെ സർക്കാർ ഓഫീസുകളിൽ പ്രതിഷേധക്കാർ കടന്നു കയറിയതുൾപ്പെടെ വലിയ ക്രമസമാധാന പ്രശ്നങ്ങളാണ് ഇറാനിൽ ഉണ്ടായത്. വിവരങ്ങളുമായി ഐസൻ ജോസ് ചേരുന്നുണ്ട്. ഐസൻ, ഈ ഇറാനിൽ വല്ലാത്തൊരു അവസ്ഥയാണ് നിലവിൽ. എന്താണ് വരും ദിവസങ്ങളിൽ പ്രക്ഷോഭം കനക്കുമോ? എന്തായാലും ഈ ഏറ്റുമുട്ടലിൽ മരിച്ച 2 പേർ ആരൊക്കെയാണ്? തീർച്ചയായും പ്രതിഷേധം ശക്തമായി തുടരുന്നു എന്ന് തന്നെയാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 5-ാം ദിവസവും അതേ ഇന്റൻസിറ്റിയിൽ തന്നെ, അതായത് തുടക്ക ദിവസത്തിൽ തന്നെ ഉണ്ടായിരുന്ന അതേ പ്രക്ഷോഭത്തിന്റെ ശക്തിയിൽ തന്നെ പ്രക്ഷോഭങ്ങൾ ശക്തമായി തുടരുകയാണ്. വിവിധയിടങ്ങളിലേക്ക് വ്യാപിക്കുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ഇന്ന് ലഭ്യമാകുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ചാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളും അതുപോലെ തന്നെ മനുഷ്യാവകാശ സംഘടനകളും റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം 2 പേരാണ് കൊല്ലപ്പെട്ടത് ഈ സുരക്ഷാ സൈനികരുമായുള്ള ഏറ്റുമുട്ടലിൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ നമുക്കറിയാവുന്നതാണ്, അയത്തുള്ള അലി ഖമൈനിയും അതുപോലെ തന്നെ മസൂദ് പെസഷ്കിയാൻ എന്ന് പറയുന്ന ഇറാനിലെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ളവർ ഇത്തരത്തിലുള്ള നീക്കങ്ങൾ ശത്രു രാജ്യത്തിന് അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അവിടെ പ്രക്ഷോഭക്കാർ നടത്തുന്നത് എന്ന് കൃത്യമായി പറയുകയും അവരെ കൃത്യമായി നിയന്ത്രിക്കുകയും അത് പ്രക്ഷോഭത്തെ അടിച്ചൊതുക്കുക തന്നെ ചെയ്യുമെന്ന നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഈ ആക്രമണം നടക്കുകയും അല്ലെങ്കിൽ ഈ ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും തുടർന്ന് 2 പേരുടെ മരണം സംഭവിക്കുകയും ചെയ്തിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മരിച്ചതിൽ ഒരാള് സുരക്ഷാ ഉദ്യോഗസ്ഥനാണ് എന്ന് വ്യാഖ്യാനിക്കാനുള്ളൊരു നീക്കമെല്ലാം തന്നെ ഇറാന്റെ ഭാഗത്തു നിന്നുണ്ടായെങ്കിലും അത് കൃത്യമായും അല്ല എന്ന് ബോധ്യപ്പെടുന്ന ഒരു സാഹചര്യങ്ങൾ പുറത്തു വരികയും ചെയ്തു. അത് സ്ഥിരീകരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. നിലവിലെ സാഹചര്യത്തിൽ പ്രക്ഷോഭം തുടരാനുള്ള സാധ്യത ഒട്ടും തന്നെ തള്ളിക്കളയാനാവില്ല. പ്രത്യേകിച്ച് ഈ പ്രതിഷേധത്തെ അടിച്ചൊതുക്കാനുള്ളൊരു നീക്കം ശക്തമായി ഇറാൻ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിനെ കാര്യമായി പ്രതിരോധിക്കാനുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഇനിയും പ്രക്ഷോഭകാരികളുടെ ഭാഗത്തു നിന്നുണ്ടാവുക. അത് തന്നെയാണ് പ്രക്ഷോഭം തുടരുന്ന ഇറാനിൽ ഈ സുരക്ഷാ സേനയുമായുണ്ടായ ഏറ്റുമുട്ടലിലാണ് 2 പേർ കൊല്ലപ്പെട്ടത്. എന്തായാലും ഈ 5-ാം ദിവസവും തുടർച്ചയായി ഇറാനിൽ കനത്ത പ്രക്ഷോഭമാണ് അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ ഈ പ്രക്ഷോഭം കനക്കും. അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കടക്കുമെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഐസൻ ജോസ് പങ്കുവച്ച വിവരം.